ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കുണ്ടലിനി യോഗ ചെയ്ത സമയത്ത് എനിക്കുണ്ടായിട്ടുള്ള മാനസികമായിട്ടും ഇമോഷണലായിട്ടും ഉണ്ടായ കുറച്ച് വെല്ലുവിളികളെക്കുറിച്ചാണ്. ഞാൻ ഏകദേശം ഒരാഴ്ച മാത്രമാണ് ഞാൻ ഈ യോഗ ചെയ്തത്. പക്ഷേ അത് ഭയങ്കരമായിട്ടുള്ള ഇൻറ്റൻസ് എക്സ്പീരിയൻസ് കാരണം എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നുപോയി ആ ഒരു സമയത്ത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാം. ഞാൻ നിങ്ങളുടെ ഷെയ്മി. യു ആർ ലിസണിങ് ടു സോൾ വിസ്പേഴ്സ് ഓഫ് ഷെയ്മി. ഈ സംഭവം നടക്കുന്നത് ഏകദേശം 4-5 വർഷം മുന്നെയാണ്. കോവിഡിൻ്റെയൊക്കെ ആ സമയത്താണെന്ന് തോന്നുന്നു. അപ്പം എനിക്കാണെങ്കിൽ ഞാൻ ഈ കുണ്ടലിനി എന്നുപോലും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് സ്പിരിച്വലായിട്ട് കുറച്ച് കൂടുതൽ ദൈവത്തിനെ അറിയണം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായിട്ട് ഞാൻ ഒരുപാട് അതിനെക്കുറിച്ചൊക്കെ സെർച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ യൂട്യൂബിലും ഞാനിങ്ങനെ സ്പിരിച്വൽ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് കുണ്ടലിനി എന്ന് പറഞ്ഞിട്ട് കുണ്ടലിനി യോഗ, കുണ്ടലിനിയെക്കുറിച്ചുള്ള കുറച്ച് വീഡിയോസ് കാണാനിടയായി. അപ്പോൾ ആ വീഡിയോസ് എന്ന് പറയുന്നത് ഞാൻ കണ്ടത് മലയാളം വീഡിയോസ് അല്ല, ഇറ്റ്സ് ഫോറിൻ വീഡിയോസ് ആയിരുന്നു. അപ്പോൾ അതിൽ കുണ്ടലിനി യോഗ എന്ന് പറയുന്ന ഒരു യോഗ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ചെയ്യുന്ന സമയത്ത് അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ യോഗ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഹിഡൻ പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു എനർജി ആക്ടിവേറ്റ് ആവുകയും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് ലൈഫ് പിന്നീടുണ്ടാവും. പോസിറ്റീവ് ലൈഫ് ഇൻ ദ സെൻസ് ആ ഒരു ചക്രാസൊക്കെ ആക്ടിവേറ്റായി അത് പോസിറ്റീവായിട്ടൊരു ഫൈനലി നമുക്കൊരു പീസ്ഫുൾ ആൻഡ് എന്താ പറയുക, ദൈവവുമായിട്ട് കുറച്ചുകൂടെ ഒരു കണക്ഷനായിട്ട് നല്ല രീതിയിലൊരു ഇതുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വീഡിയോസ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിൽ പറയുന്ന യോഗ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു യോഗ ചെയ്യുന്ന പോസിലിരിക്കുമ്പോൾ കുറച്ചൊരു സർപ്പ ഷേപ്പിലിങ്ങനെ നമ്മൾ ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് ഡെയിലി ഇത്ര സമയം രാവിലെയും വൈകുന്നേരം ഇത്ര സമയം ഇങ്ങനെ നമ്മളതിൽ ഫോക്കസ്ഡായി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്രമേണ നമ്മുടെ ഈ പറയുന്ന കുണ്ടലിനി ആക്ടിവേറ്റ് ആവും. അതിനുശേഷം നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ പോസിറ്റിവിറ്റി ഉണ്ടാവും എന്നൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാനത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം 1-2 ദിവസമൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും തോന്നിയില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം ഇത് യോഗ ചെയ്യുന്നതും എനിക്ക് ആ ഒരു മൂമെൻറ്റ്സും ഒക്കെ ഭയങ്കര എൻജോയ് ചെയ്താണ് ഞാൻ ചെയ്തത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കലും കുണ്ടലിനിയെക്കുറിച്ച് ആകെപ്പാടെ എനിക്ക് അറിയാവുന്നത് ഈ പറയുന്ന 1-2 വീഡിയോസ് കണ്ടിട്ടുള്ളതാണ്. അതിനപ്പുറം ഞാൻ കുണ്ടലിനിയെക്കുറിച്ച് കൂടുതൽ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ ഇതെന്താണ്, ഇതിനെന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വശമുണ്ടോ, നമ്മൾ ഗുരുക്കന്മാരുടെ കീഴിലല്ലാതെ കുണ്ടലിനി യോഗ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒന്നിനെക്കുറിച്ചും ഒരു വിധത്തിലുള്ള ഒരു അറിവും ഇല്ലാതെയാണ് സത്യത്തിൽ ഞാനിത് ചെയ്യുന്നത്. അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. കാരണം നമ്മൾ കുണ്ടലിനി പിന്നീടാണ് ഞാനത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. നമ്മൾ കുണ്ടലിനി യോഗ ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. നമ്മൾ സാധാരണ യോഗ അല്ലെങ്കിൽ സാധാരണ പ്രാണായാമം ഒക്കെ വർഷങ്ങളോളം ചെയ്ത് വരുന്ന സമയത്ത് ഗ്രാജുവലി നമ്മുടെ കുണ്ടലിനി എനർജിയുടെ ആക്ടിവേഷനൊക്കെ നടന്നു വരുന്നതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ ബോഡി ആ സമയത്ത് അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ എനർജി അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റേജിലോട്ട് ആകും. പക്ഷേ ഇതൊന്നും അല്ലാതെ ഈ കുണ്ടലിനി യോഗ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു എനർജി ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള യോഗ മെത്തേഡ്സാണ് അതിൽ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു എനർജി നമ്മൾ ചെറിയ സമയത്ത് നമ്മളത് ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചൊന്നും അറിയാതെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന ആ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പം ഞാൻ ഈ യോഗ സ്റ്റാർട്ട് ചെയ്ത് 2-3 ദിവസമൊക്കെ ആയി കാണണം. അപ്പോഴേക്കും എനിക്ക് ചെറിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒരു ആങ്സൈറ്റി വരാൻ തുടങ്ങി. എന്തിനാണെന്നറിയില്ല, ഞാൻ പെട്ടെന്ന് അങ്ങ് ആങ്ഷ്യസ് ആവുന്നു. എനിക്ക് വല്ലാത്തൊരു പേടി പോലെ. ഞാൻ ചെറിയ കാര്യത്തിനൊക്കെ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എനിക്കെന്തോ പേടിയാവുന്നു, എന്താ അറിയില്ല. എനിക്ക് ജസ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഓഫീസിലോട്ട് പോകാൻ എനിക്ക് പേടിയാവുന്നു. അവിടെ ചെല്ലുമ്പോൾ ആൾക്കാരൊക്കെ എനിക്ക് എന്തിനെന്നറിയാത്ത നിസ്സാര കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത്
ആ അവസ്ഥയിൽ കടന്നു പോകാത്ത ഒരാൾക്കത് മനസ്സിലാവില്ല. സോ എനിക്ക് എല്ലാത്തിനും പേടി. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പേടി. എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ എങ്ങും പോകുന്നില്ല, റൂമിനകത്ത് തന്നെ ഇരിക്കുകയാണ്. ആകെ ടെൻഷനും പേടിയും. എനിക്കറിയാം എന്തോ സംഭവിക്കുന്നു, എൻ്റെ മനസ്സ് എൻ്റെ കൈവിട്ട് പോകുന്ന പോലത്തെ ഒരു ഫീല് വരുന്നുണ്ട്. പക്ഷെ അതെന്താ ഇങ്ങനെ വരാനെന്നൊന്നും മനസ്സിലാവുന്നില്ല. സോ 2ാമത്തെ ദിവസമായപ്പോഴത്തേക്കും സൈക്യാട്രിസ്റ്റിനെ പോയി കാണാമെന്ന് വിചാരിച്ചു. ഡോക്ടറെ അടുത്ത് പോയി. അങ്ങനെ പോയിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറഞ്ഞു. കാരണം എനിക്കിങ്ങനെ പെട്ടെന്ന് എന്താണെന്നറിയില്ല, ടെൻഷനും പേടിയും അങ്ങനെ എന്തൊക്കെയോ വരുന്നുണ്ട്, എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡോക്ടർ എനിക്ക് മെഡിസിൻസും ഒക്കെ തന്നു. പക്ഷെ ഞാനിങ്ങനെ ഒരു യോഗ ചെയ്തത് കൊണ്ടാണ് ഇത് വരുന്നതെന്ന് എൻ്റെ ഉള്ളിൽ പോലും അന്നേരം എനിക്ക് ഒരു ബോധ്യവുമില്ല. സോ ഇതൊക്കെ എനിക്കെന്തോ പെട്ടെന്ന് എന്തോ ഒന്ന് സംഭവിച്ചു എന്ന് മാത്രമാണ് എനിക്കറിയാവുന്നത്. അങ്ങനെ ഡോക്ടർ വന്നു, മെഡിസിൻസൊക്കെ കഴിച്ചു. എന്നിട്ട് പോലും എനിക്ക് ഒരു കുറവുണ്ടായില്ല. ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ദിവസം ലീവൊക്കെ എടുത്ത് വീട്ടിലിരുന്നു. പക്ഷേ അപ്പോഴും യോഗ എന്ന് പറയുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു 4-5 ദിവസമാണ് ഞാൻ ചെയ്തത്. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു സമാധാനം കിട്ടും, നമ്മൾ എന്തെങ്കിലും ഒരു യോഗ പീസ്ഫുൾനെസ്സിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ 1-2 ദിവസം കൂടി ചെയ്തത്. പക്ഷെ അതിന് ശേഷം ഈ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ഇതായി. പിന്നെ ഞാൻ ആ യോഗ ചെയ്തില്ല. അത് എൻ്റെ പ്രോബ്ലം വന്നത് ഇതുകൊണ്ടാണെന്ന് വിചാരിച്ചല്ല ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ മൈൻഡ് ഞാൻ യോഗ ചെയ്യുന്നത് ഒന്നും എനിക്ക് ഫോക്കസ് ചെയ്യാനോ, ഞാൻ അതിനെക്കുറിച്ച് അത് വിട്ടു. അതിനുശേഷം അല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കലി ഞാൻ ആ യോഗ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ 1 വീക്ക് ഞാൻ മെഡിസിനൊക്കെ കഴിച്ചിരുന്നു. ആ ടെൻഷനാണെങ്കിൽ എനിക്ക് മാറിയതുമില്ല. ശരിക്കും എനിക്ക് ഡോക്ടർ തന്ന മെഡിസിൻസ് കഴിച്ചതിന് ശേഷം എനിക്ക് കുറച്ചുകൂടി സിവിയറായിട്ടുള്ള ആങ്സൈറ്റി ഉണ്ടാവുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ വീണ്ടും ഡോക്ടറെ കാണാൻ പോയപ്പം ഡോക്ടർ പറഞ്ഞു, ശരി, ഈ മെഡിസിൻസ് നിങ്ങൾക്ക് ശരിയാവുന്നില്ല, അത് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം അത് മാറ്റിയിട്ട് ഡോസ് കുറഞ്ഞിട്ടുള്ള ചെറിയ മെഡിസിൻസ് തന്നു. കുറച്ച് കൗൺസിലിങ്ങിനോട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു കൗൺസിലിംഗ് സെക്ഷനിൽ ജോയിൻ ചെയ്തു. മെഡിസിൻസ് കുറയ്ക്കാൻ അവർ പറഞ്ഞു. അങ്ങനെ കൗൺസിലിങ്ങിന് പോയ സമയത്ത് അവർ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ ഇത് റിലീഫിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്കൊരു ധൈര്യം കിട്ടി. എന്തായാലും 1-2 സെഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് പേടി കുറച്ചൊന്ന് കുറഞ്ഞു വന്നു. അതിനുശേഷം ഞാൻ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. എന്നാൽ പോലും അതിന് ശേഷം എനിക്ക് ഈ ഒരു ആങ്സൈറ്റി അത്രയും ഫസ്റ്റ് ഇനിഷ്യലി ഒരു 1-2 വീക്സ് ഞാൻ കടന്നു പോയിട്ടുള്ള ഹയർ ആങ്സൈറ്റി ഉണ്ടായെങ്കിലും പിന്നീടത് കുറേ നാളത്തേന് എൻ്റെ ആങ്സൈറ്റി അല്ലെങ്കിൽ ആ ഒരു പേടി എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പിന്നെ അത് ക്രമേണ എനിക്കൊരു ദൈവത്തിൻ്റെ എക്സ്പീരിയൻസൊക്കെ ഉണ്ടായി അതിനിടയ്ക്ക് വെച്ചിട്ട്. അങ്ങനെ വന്നതിന് ശേഷമൊക്കെയാണ് എനിക്കത് കംപ്ലീറ്റായിട്ട് മാറുന്നത്. അതല്ലാതെ എനിക്ക് ഈ ഒരു സംഭവത്തോടു കൂടി ഉണ്ടായ ആങ്സൈറ്റി കുറേ നാൾ എൻ്റെ ലൈഫിലുണ്ടായി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുണ്ടലിനി യോഗ എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന ഒരിക്കലും സാധാരണ യോഗയെക്കുറിച്ചോ അതല്ലെങ്കിൽ സാധാരണ നിങ്ങൾ ചെയ്യുന്ന മെഡിറ്റേഷൻ സാധകം ചെയ്യുന്നത് അതിനെക്കുറിച്ചൊന്നുമല്ല. സ്പെഷ്യലായിട്ട് ഈ കുണ്ടലിനി യോഗ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അങ്ങനെ അത് കണ്ടിട്ടുമില്ല, ആരെങ്കിലും ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ കുണ്ടലിനി യോഗ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് യോഗ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു യോഗയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അത് നമ്മൾ ചെയ്യുമ്പോൾ അതൊരിക്കലും നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പാടില്ല. പണ്ട് കാലത്തൊക്കെ തന്നെ ഈ യോഗ ഞാൻ പിന്നീട് അത് മനസ്സിലാക്കിയപ്പോൾ പണ്ട് കാലത്തൊക്കെ യോഗ ചെയ്യുന്ന ഏതെങ്കിലും ഗുരുക്കന്മാരുടെ കീഴിലൊക്കെ അവരുടെ നിന്ന് അങ്ങനെയൊക്കെയായിരുന്നു ഈ ഒരു യോഗ അഭ്യസിപ്പിക്കുന്നത്. കാരണം അവർക്ക് ആ സമയത്ത് നമ്മളെ മോണിറ്റർ ചെയ്യാനായിട്ടും നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതൊക്കെ അറിയാവുന്ന ഗുരുക്കന്മാരുണ്ടായിരുന്ന സമയത്ത് അങ്ങനെയൊക്കെ നോക്കി മാത്രം ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു ഇത്. അതല്ലാണ്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളൊന്നും അറിയാതെ ഇതൊന്നും, എസ്പെഷ്യലി നമ്മൾ ബിഗിനേഴ്സായിട്ടുള്ളവർ, ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തവർ, ഞാൻ പറയുന്നത് ആരും അങ്ങനെ ഈ ഒരു ഫോം ഓഫ് യോഗ പ്രാക്ടീസ് ചെയ്യരുതെന്നാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്. അതല്ലാതെ നമുക്ക് നോർമലായിട്ടുള്ള മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അല്ലാതെ തന്നെ വർഷങ്ങളോളം ഇങ്ങനെ നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ ഉള്ളിലുള്ള കുണ്ടലിനി എനർജി അത്
അത് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതല്ലാതെ നമ്മൾ ഫോഴ്സ്ഫുള്ളായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു എന്താ പറയുക, ഇത് സംഭവിക്കണം എന്ന് വിചാരിച്ച് കുണ്ടലിനി ഉണർത്തണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരും. സോ എല്ലാവരും ഈ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണല്ലോ കുണ്ടലിനി. അപ്പോൾ എന്നെപ്പോലെ തന്നെ ഇതുപോലെ അറിയാതെ എന്തെങ്കിലും നമ്മൾ ഈ എവിടെയെങ്കിലും കാണുന്നത് കണ്ട് പരീക്ഷണം നടത്താനൊന്നും പോരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ച് അത് എന്താണ് അതിൻ്റെ സൈഡ് എഫക്ട്സ്, എന്തുകൊണ്ട് ചെയ്യാമോ, എനിക്ക് ചെയ്യാൻ പറ്റുമോ പാടില്ലയോ, ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇങ്ങനൊരു ഫോം ഓഫ് യോഗയോ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യരുതെന്ന് ഞാൻ പറയും. അതല്ലാതെ അതിനെക്കുറിച്ച് എന്ത് നോക്കുന്നതാണെങ്കിലും എല്ലാം കറക്റ്റായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണത്. സോ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനത് ചെയ്ത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ അത് ഒത്തിരി കാര്യങ്ങൾ എന്താ പറയുക പഠിച്ചു. സോ ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.